വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 24 45 മുതൽ 51 വരെയുള്ള വാക്യങ്ങൾ. തന്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയോഗിച്ച വിശ്വസ്തനും വിവേകിയുമായ ഭൃത്യൻ ആരാണ്? യജമാനൻ വരുമ്പോൾ അപ്രകാരം ചെയ്യുന്നതായി കാണപ്പെടുന്ന ഭൃത്യൻ ഭാഗ്യവാൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, യജമാനൻ അവന്റെ തന്റെ വസ്തുക്കളുടെയെല്ലാം മേൽനോട്ടക്കാരനായി നിയമിക്കും. എന്നാൽ ദുഷ്ടനായ ഭൃത്യൻ എന്റെ യജമാനൻ താമസിച്ചേ വരൂ എന്ന് പറഞ്ഞ് തന്റെ സഹഭൃത്യന്മാരെ മർദ്ദിക്കാനും മദ്യപന്മാരോടുകൂടെ ഭക്ഷിക്കാനും പാനം ചെയ്യാനും തുടങ്ങിയാൽ പ്രതീക്ഷിക്കാത്ത ദിവസത്തിലും അറിയാത്ത മണിക്കൂറിലും യജമാനൻ വന്ന് അവനെ ശിക്ഷിക്കുകയും കപടനാട്യക്കാരുടെ കൂട്ടത്തിൽ തള്ളുകയും ചെയ്യും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. ക്രിസ്തീയ ജീവിതത്തിൽ അധസ്ഥിതമായ ഉത്തരവാദിത്വബോധം. തികച്ചും ഉത്തരവാദിത്വപൂർണമായൊരു ജീവിത ശൈലിയാണ് തന്റെ അനുയായികളിൽ നിന്ന് യേശു പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന ഒരു രൂപകമാണ് ഇന്നത്തെ സുവിശേഷം. ഈ രൂപകത്തിലൂടെ യേശു നമ്മോടായിട്ട് പറയുന്നു, കുടുംബാംഗങ്ങൾക്ക് യഥാസമയം ഭക്ഷണം വെച്ചു വിളമ്പി അവരെ സംതൃപ്തരാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അടുക്കളയിൽ വേലക്കാരെ നിശ്ചയിക്കുന്നത്. അവരുടെ ജോലി അവർ ഉത്തരവാദിത്വപൂർണമായിട്ട് നിഷ്ഠയോടുകൂടെ ചെയ്യുന്നത് കാണുക എന്നുള്ളതാണ് അവരെ ജോലിയിൽ പ്രവേശിപ്പിച്ച കുടുംബനാഥൻ കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിഷ്ഠയോടും ഉത്തരവാദിത്വപൂർണമായും അവരുടെ ജോലി അവർ നിർവഹിക്കുന്നതായിട്ട് കാണുന്ന കുടുംബനാഥൻ അവരുടെ ജീവിതങ്ങൾ ധന്യമാകും ഫലപ്രദമാകുന്നതിനു വേണ്ടിയുള്ള എല്ലാം തന്നെ ആ കുടുംബനാഥന്റെ ഉത്തരവാദിത്വത്തിൽ ചെയ്തു തരുന്നതായിരിക്കും എന്നുള്ളതാണ് യേശു ഇവിടെ വ്യക്തമാക്കുന്നത്. എന്നാൽ ചില ഭൃത്യന്മാർ തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികളിൽ നിഷ്ഠയോ ഉത്തരവാദിത്വമോ കാണിക്കാതെ അവസരവാദപരമായും അലസമായും ഒരുതരം ഉഴപ്പുമായിട്ട് ജീവിക്കുന്ന ഒരു രീതി അവരുടെ ജീവിതത്തിൽ അവർ അനുഷ്ഠിക്കാനിടവരികയാണെങ്കിൽ കുടുംബനാഥന്റെ മുന്നിൽ അവരുടെ ഭാവി പരിങ്ങലായിരിക്കും എന്ന് യേശു ഇന്നത്തെ രൂപത്തിൽ കൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് യേശു ഉന്നമിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, നമുക്ക് ഓരോരുത്തർക്കുമായി നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വത്തിനായിട്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതങ്ങൾ നിഷ്ഠയോടും വ്യക്തമായിട്ടുള്ള ഉദ്ദേശശുദ്ധിയോടും കൂടെ നാം നിർവഹിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഈ രൂപകത്തിന്റെ പൊരുള്. അങ്ങനെ നമ്മൾ ഉത്തരവാദിത്വപൂർണമായി ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമാകാനും ഫലപ്രദമാകാനും വേണ്ടതൊക്കെ ചെയ്തു തരുന്നതിനും ഇണക്കി തരുന്നതിനുമുള്ള ദൈവത്തിന്റെ ഉത്തരവാദിത്വം അത് ദൈവം പൂർണ്ണ അർത്ഥത്തിൽ നിങ്ങൾക്കായിട്ട് നിർവഹിക്കും എന്നുള്ളതാണ് ഈ സുവിശേഷത്തിന്റെ സന്ദേശമായിട്ട് നാം സ്വീകരിക്കേണ്ടത്.